നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 10-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ജനനം. ഇന്നത്തെ ദിവസം ജനിക്കുന്നവർ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ആഴ്ച ശുഭ ദിനമല്ല. ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രകൃതിയിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള സ്വാധീനമുള്ള സമയമാണ് ദിവസം എന്ന് പറയണേ. 7 ദിവസവും 7 ഗ്രഹങ്ങൾക്ക് സ്വാധീനമുള്ള ദിവസമാണ്. അപ്പോൾ ചൊവ്വയുടെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് തടസ്സവും അസ്വസ്ഥതയും അപ്രീതിയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അതായത് നമുക്ക് അപ്രീതി ഉണ്ടാവുക, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി വരിക. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും വലിയ കാര്യത്തിന് എടുക്കരുത്. കാരണം ഇന്ന് നമ്മൾ പ്രതികരിക്കാനോ വല്ലതും പോയാൽ അത് വളരെ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാൻ ഇടവരും. അതുപോലെ വാഹനമൊക്കെ ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. ആക്സിഡൻ്റൊക്കെ ഉണ്ടാകാൻ ഇടവരിക, കേസ് വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ നേരിടേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി പോയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിവായി കൊണ്ടുപോകാം. നമുക്ക് എന്ത് ദോഷത്തെയും മാറ്റാൻ നമ്മൾ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ ഓരോ അസ്ട്രോളജർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളത് മനസ്സിലാക്കി ഇന്നത്തെ ദിവസത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കിതൊന്ന് ബാധകമല്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ പലപ്പോഴും പലവിധ വിപത്തുകൾ നേരിടാനിട വരും. അതുകൊണ്ട് ആകിലും ഇന്ന് ഓരോ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കൊള്ളാത്ത ദിവസങ്ങളിൽ നമ്മൾ ആ ദിവസത്തെ അങ്ങ് വിടുക. നമ്മൾ വളരെ അന്നത്തെ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഉത്രട്ടാതി നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു വർഷമാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം, കേസ് വഴക്കുകൾ വരാം, വാഹന അപകടങ്ങളുണ്ടാവാം, അതുപോലെ അഗ്നിയാൽ അപകടങ്ങൾ വരാം, ഇലക്ട്രിസിറ്റിയാലാവാം അഗ്നി ഫലങ്ങളുണ്ടാവാം, അതുപോലെ വാഹനങ്ങൾക്ക് പണി വരാം. ഇതൊക്കെ വരാനിടയുള്ള സമയമായതുകൊണ്ട് നമ്മളിതിനെ അതിജീവിച്ച് പോകണം. അപ്പോൾ ആചാര്യന്മാർ ഇത്തരം ദോഷങ്ങൾ വരുമെന്നും അതിനെ എങ്ങനെ നമുക്ക് നേരിട്ട് പോവാം എന്നും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അന്ന് നമ്മൾ ഈശ്വരാധീനം കൂട്ടുക, അവരവർ തന്നെ അവരവരുടെ ദോഷത്തെ കുറയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് വിചാരിച്ചാൽ നമ്മളെ ദോഷത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി കാര്യങ്ങൾക്ക് ഇടപെടണം. അതേപോലെ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം. ആചാര്യന്മാർ പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ദേവതകൾക്ക് മാത്രമേ ഈ ദോഷത്തെ കുറയ്ക്കാൻ ശക്തിയുള്ളൂ. വാർഷിക ഫലമായതുകൊണ്ട് ഒരു വർഷം നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയോ നടത്തണം. ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. അതേപോലെ ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. വ്രതം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ആളുകൾ ഇപ്പോൾ മാംസാഹാരം. അത് ഒഴിവാക്കി മറ്റ് സുഖഭോഗങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടതാണ് വ്രതമെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ വ്രതത്തോടു കൂടി നിൽക്കുമ്പോൾ ഭഗവാൻ തന്നെ കാണുകയാണ്, നമ്മൾ പ്രകൃതി ശക്തി തന്നെ കാണുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തി തന്നെ നമ്മളിൽ മാറ്റം വരുത്താൻ സഹായിക്കും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോവുക. വാഹനമൊക്കെ ഓട്ടിക്കുന്നത് സൂക്ഷിക്കുക. അതുപോലെ സുബ്രഹ്മണ്യ യന്ത്രം, ശ്രീമുരുക യന്ത്രം സാമ്പത്തിക പുരോഗതി ഐശ്വര്യമൊക്കെ വരാനായിട്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു വർഷത്തേക്ക് ഒരു ത്യാഗരക്ഷ ധരിച്ചോളുക. ഇതൊക്കെ നമ്മളുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സഹായിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം കൊള്ളില്ല എന്ന് പറഞ്ഞു, ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. ശരിക്കും 3:09 തൊട്ട് 4:35 വരെയാണ് രാവുകാല സമയം. അതുപോലെ തന്നെ 2 സമയങ്ങളുണ്ട്, യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. ഇന്ന് യമകണ്ഠ കാലസമയം വരുന്നത് 9:26 തൊട്ട് 10:52 വരെയും ഗുളികകാല സമയം 12:17 സ്റ്റാർട്ട് ചെയ്യും. അത് 1:43 വരെയും.
അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നത്തെ പോലെ തന്നെ ഇന്നും 11:53 തൊട്ട് 12:41 വരെ. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ ഇന്നത്തേക്കുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ആകിലും ശുഭമല്ലാത്ത ദിവസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രമാണ് ആചാര്യന്മാർ ഇങ്ങനെ ഒരു വഴി വച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് യാത്രയൊക്കെ ചെയ്യുന്നവർ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായിരിക്കും. നമ്മളിലേക്ക് നെഗറ്റീവിനെ പുറന്തള്ളി പോസിറ്റീവ് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് സഹായിക്കും റെഡ് കളറ് വസ്ത്രത്തിന്. അല്ലെങ്കിൽ കുറിയായിട്ടെങ്കിലും ചുവന്ന കുങ്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിയായിട്ടെങ്കിലും തൊടുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.